കഴിഞ്ഞ ദിവസം ഞാനൊരു കമൻറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സാധാരണ രീതിയിൽ ധാരാളം കമൻറ്റുകൾ കാണുന്നതാണ്. പക്ഷേ ഇപ്പോൾ പൊതുവേ കമൻറ്റ് ബോക്സിനകത്ത് ജാസ്മിൻ ഗബ്രി കോംബോ വലിയ വിമർശനം നേരിടുന്നതിനിടയിൽ ഒരു കമൻറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ഞാനതൊന്ന് വായിക്കാം. രണ്ടുപേർ കെട്ടിപ്പിടിച്ചാൽ അല്ലെങ്കിൽ കൈ പിടിച്ചാൽ അത് ഉടൻ കാമകേളിയാകും അല്ലേ? ഇതാണോ പ്രബുദ്ധരായ മലയാളികൾ? എല്ലാവരും ചേർന്ന് ഒരു പെൺകുട്ടിയെ സോഷ്യൽ മീഡിയയിലിട്ട് കൊത്തിപ്പറിക്കുകയാണ്. ഏഷ്യാനെറ്റിന് കണ്ടന്റ്, റിവ്യൂ ചാനലുകൾക്ക് കണ്ടന്റ്, എല്ലാവർക്കും ആവശ്യം പോലെ പണം കിട്ടും. പണം വാങ്ങി PR വർക്ക് ചെയ്യുന്ന കമൻ്റ് അടിക്കുന്നവർക്കും കൈ നിറയെ പണം കിട്ടും. പക്ഷേ ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് തകരുന്നത്. പണ്ട് ദിൽഷയ്ക്കുണ്ടായതിനേക്കാൾ ഭീകരമായ സൈബർ ആക്രമണമാണ് ജാസ്മിന് നേരെ നടക്കുന്നത്. എല്ലാവരും ഒന്നോർക്കുക, ആ പെൺകുട്ടി തെറ്റായി ഒന്നും അവിടെ ചെയ്തിട്ടില്ല. അവളെ ഒരു മോശം സ്ത്രീയായി മുദ്രകുത്താൻ നിങ്ങൾ പറയുന്ന ന്യായങ്ങൾ. അവൾ ആൺ സുഹൃത്തിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. സുഹൃത്തായ ഗബ്രിയുടെ തോളിൽ ചാരിക്കിടന്നു. അയാളുടെ കയ്യിൽ പിടിച്ചു. അവൾ കരഞ്ഞു തളർന്നിരുന്നപ്പോൾ അവളുടെ കൈകളിൽ മുത്തം കൊടുത്തു. ഇതൊക്കെയാണ് നിങ്ങൾ കണ്ടെത്തിയ മഹാപാതകം. ഇതാണ് പ്രബുദ്ധരായ മലയാളികൾ. ഈ നാട്ടിൽ വ്യഭിചാരം നടത്തുന്ന സ്ത്രീകൾക്കോ പിഞ്ച് കുട്ടികളെ വരെ പിച്ചി ചീന്തുന്ന കൊടും ക്രിമിനലുകളെയോ പോലും ആരും ജാസ്മിനെ പറയുന്നതിൻ്റെ 100-1 പറയുന്നില്ല. നിങ്ങൾക്കൊക്കെ ആ പാവം പെൺകുട്ടിയാണല്ലോ ഇന്ന് ലോകം കണ്ട ഏറ്റവും മോശം സ്ത്രീ. നടക്കട്ടെ. സോ ഈ കമൻറ്റ് ഞാൻ ശ്രദ്ധിക്കാനുണ്ടായ കാരണം ഇതിൽ പറയുന്നത് ഇതൊരു വലിയ കമൻറ്റാണ്. സാധാരണ ഇത്രയും വലിയ കമൻറ്റൊക്കെ കമൻറ്റ് ബോക്സിൽ ആരെങ്കിലുമൊക്കെ ഇടുന്നത് അപൂർവമായിട്ടാണ്. ആരിട്ടതാണെങ്കിലും ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. സീസൺ 6 തുടങ്ങിയപ്പോൾ ഏറ്റവും പ്രതീക്ഷ നൽകിയ ഒരു കണ്ടസ്റ്റൻ്റാണ് ജാസ്മിൻ. വ്യക്തിപരമായി ഇപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് വീടിനകത്തൊരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ജാസ്മിൻ. അതിൽ എനിക്ക് പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ്. പക്ഷേ അവരുടെ ഗബ്രിയുമായിട്ടുള്ള കോംബോ സത്യത്തിൽ അവർക്ക് നെഗറ്റീവ് ആവുന്നുണ്ട്. അതിന് ചില കാരണങ്ങളുണ്ട്, അതും ഞാൻ പറയാം. ഒപ്പം ഈ ഒരു കമൻറ്റിൽ ഉന്നയിച്ച ചില ആരോപണങ്ങളുണ്ട്, അതിനെക്കുറിച്ചും സംസാരിക്കാം. ആദ്യം ഈ കമൻറ്റിൻ്റെ ഏറ്റവും അവസാനം പറഞ്ഞൊരു കാര്യം, സമാനമായ അഭിപ്രായ പ്രകടനങ്ങൾ ഞാൻ പലപ്പോഴും ഇതിനു മുമ്പും ബിഗ് ബോസുകളിൽ ഈ സൈബർ ഇടങ്ങളിൽ ഉണ്ടാവുന്ന വിമർശനങ്ങളുടെയോ അല്ലെങ്കിൽ സൈബർ അറ്റാക്കുകളുടെയോ ഒക്കെ പേരിൽ പലരും പറഞ്ഞ് കണ്ടിട്ടുള്ളതാണ്. അതായത് ബിഗ് ബോസിൽ പോകുന്ന ഒരു കണ്ടസ്റ്റൻ്റ് നേരിടേണ്ടി വരുന്ന വിമർശനങ്ങൾ ഈ നാട്ടിലെ കൊടും ക്രിമിനലുകൾക്കോ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കോ പോലും സോഷ്യൽ മീഡിയയിലൂടെ നേരിടേണ്ടി വരുന്നില്ല. അത് തീർച്ചയായിട്ടും ഒരു വസ്തുതയാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതൊരു വസ്തുതയാണ്. അത് ജാസ്മിൻ്റെ കാര്യത്തിലെന്നല്ല, ബിഗ് ബോസിൽ പൊതുവേ ബിഗ് ബോസിൽ പോകുന്ന കണ്ടസ്റ്റൻസ് ചിലപ്പോൾ ഒരു ദോശയുടെയോ പഞ്ചസാരയുടെയോ പേരിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ പോലും സമൂഹ മാധ്യമങ്ങളിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന വിമർശനങ്ങൾ, രൂക്ഷമായ വിമർശനങ്ങൾ ഒരുപക്ഷെ ഈ നാട്ടിലെ കൊടും ക്രിമിനലുകൾക്ക് പോലും നേരിടേണ്ടി വരാറില്ല. അത് എല്ലാ സീസണുകളിലും നമ്മൾ കാണുന്നതാണ്. അതൊരു വല്ലാത്ത പ്രതിഭാസമാണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഇനി ഈ വിഷയത്തിലേക്ക് വന്നാൽ, എന്തുകൊണ്ട് ജാസ്മിൻ ഗബ്രി കോംബോ വിമർശിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ജാസ്മിനും ഗബ്രിയും ഉൾപ്പെടെ ഏകദേശം 18 പേരിപ്പോൾ ബിഗ് ബോസ് വീട്ടിലുണ്ട്. പക്ഷെ അവരിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. 2, സാധാരണ മെജോറിറ്റി മലയാളി ഓഡിയൻസും കണ്ട് ശീലിച്ചിട്ടില്ലാത്തൊരു സൗഹൃദമാണ് ഇവരുടേത്. സാധാരണ രീതിയിൽ പ്രണയിക്കുന്നവർക്കിടയിൽ ഉണ്ടാകുന്ന ചേഷ്ടകളും പ്രവൃത്തികളുമൊക്കെയാണ്. ഞാനത് പറയുന്നത് വലിയ രീതിയിലൊന്നുമല്ല. ഇപ്പോൾ ഈ പറയുന്ന സാധാരണ രീതിയിൽ ഞാൻ പറയുന്ന ഈ മോഡേൺ ചിന്താഗതിയുള്ള ആൾക്കാർ ദയവായി ഒരല്പം നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. സാധാരണ ഒരു ടിപ്പിക്കൽ നോർമൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ചിലപ്പോൾ ദഹിക്കില്ല. എന്ന് വെച്ചാൽ അവിവാഹിതരായ 2 പേര് സ്വാഭാവികമായിട്ടും വിവാഹം ഉറപ്പിച്ചു എന്നൊക്കെ അവർ തന്നെ പറയുന്നു. എന്നിട്ട് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും പ്രായപൂർത്തിയായ 2 പേര് പരസ്പരം കെട്ടിപ്പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ ഉമ്മ വയ്ക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന എപ്പോഴും ദേഹത്ത് തൊട്ട് ഇരിക്കുക എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ എല്ലാവർക്കും ഡൈജസ്റ്റ് ആവില്ല. മോഡേൺ ലൈഫിൽ ഇതൊന്നും വലിയ വിഷയമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളം ഈ പ്രബുദ്ധരാണ്, പുരോഗമനം നിറഞ്ഞ നാടാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത്തരം വിഷയങ്ങളിൽ ഇപ്പോഴും നമ്മളും വലിയ രീതിയിൽ വെസ്റ്റേൺ രാജ്യങ്ങളിലുള്ള മനുഷ്യരെ പോലെ ചിന്തിക്കുന്നവരൊന്നും അല്ല എന്നതൊരു വസ്തുതയാണ്. മാത്രമല്ല, നമ്മുടെ കൾച്ചറും നമ്മൾ ജനിച്ച് ജീവിച്ച് വളർന്ന് ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകളും വെസ്റ്റേൺ രാജ്യങ്ങളുടേതുപോലെ അല്ല. ഇപ്പോൾ ഈ ഒരു ബിഗ് ബോസ് ഒരു യൂറോപ്യൻ രാജ്യത്തിലാണ് നടക്കുന്നതെങ്കിൽ ഇതൊന്നും ഒരു വിഷയം പോലും അല്ല അവിടെയൊന്നും. ഇതൊക്കെ കാഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു വ്യത്യാസം എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഇവിടെ ജാസ്മിനും ഗബ്രിയും ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്നതും അതുപോലെ അവരുടെ ഗെയിമും പിന്നെ ആൾക്കാർക്ക് കുറേ പേർക്ക് ഇറിറ്റേഷനായിട്ട് തോന്നുന്നുണ്ട്, അത് ഓവറായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഈ ഗബ്രിയുടെ ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും ഇവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള പൊരുത്തക്കേടും ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കോംബോ ബോറിംഗ് ആണ്. ഒന്നാമത്തെ കാര്യം ബോറിംഗ് ആണ്. അവർ കൈ പിടിക്കുന്നോ കാലി പിടിക്കുന്നോ എന്നുള്ളത് നമുക്കൊരു വിഷയമല്ല, അവരുടെ ലൈഫാണ്. ഓക്കെ,
ബട്ട് ആ ഒരു കോംബോ ബോറിംഗ് ആണ്. അതിനകത്തൊരു ജെന്യൂനിറ്റി ഫീൽ ചെയ്യുന്നില്ല ആ ഒരു റിലേഷൻഷിപ്പിൽ. അത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അത് ഒരു ലവ് അഫെയർ ആണെങ്കിലും അതിനകത്ത് ഒരു ജെന്യൂനിറ്റി ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടി ക്യാമറകളുള്ള സ്ഥലത്തിരുന്ന് കാണിച്ചു കൂട്ടുന്ന കുറേയേറെ പ്രവർത്തികളായിട്ടും എനിക്ക് തോന്നുന്നു. അതാണ് എൻ്റെ ഒരു പ്രശ്നം. അല്ലാതെ ഇപ്പോൾ അയാളിപ്പോൾ ജാസ്മിൻ്റെ കയ്യിൽ പിടിച്ചൊരു ഉമ്മ കൊടുത്താലോ അല്ലെങ്കിൽ അവർ കരയുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കുന്നതോ അല്ലെങ്കിൽ ഹഗ് ചെയ്യുന്നതോ ഒന്നും വലിയ അപരാധമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചെയ്യുന്നത് അവർക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ, അവർക്ക് രണ്ടുപേർക്കും കംഫർട്ടബിൾ ആണെങ്കിൽ, അവിടെ അവർ രണ്ടുപേരുമാണല്ലോ പ്രധാനം. നാട്ടുകാരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കേണ്ട. അവർക്ക് രണ്ടുപേർക്കും അത് കംഫർട്ടബിൾ ആണെങ്കിൽ അത് അവർക്കാകാം. പക്ഷേ ഇവരത് ചെയ്യുന്നത് ജെന്യൂൻ അല്ല. ഞാൻ സീസൺ ഫസ്റ്റിൽ ഇപ്പോൾ പരസ്പരം ഇഷ്ടമുണ്ട് എന്ന് സമ്മതിച്ചതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും അത് തുറന്നു പറഞ്ഞതിന് ശേഷം പേളിയും ശ്രീനിഷും ഒക്കെ ഹഗ് ചെയ്യുന്നതൊക്കെ എത്രയോ തവണ സീസൺ ഫസ്റ്റിൽ ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. അപ്പോഴും നമുക്കൊന്നും അതിൽ വലിയ തെറ്റൊന്നും തോന്നിയിട്ടില്ല. കാരണം അവർ പരസ്പരം വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് ലാലേട്ടൻ്റെ മുന്നിൽ തുറന്നു പറഞ്ഞ രണ്ടുപേരാണ്. അവർക്കതാകാം. മാത്രമല്ല ഒരു വൾഗറായിട്ടുള്ള രീതിയിലേക്കൊന്നും അവർ പോയിട്ടില്ല. ഇനി വേറൊരു കാര്യം പറയാം, ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും പറഞ്ഞു, ഡിംബൽ മണിക്കുട്ടൻ അവർ ഹഗ് ചെയ്യാറുണ്ട്. ഡിംബൽ ചാടി മണിക്കുട്ടൻ്റെ തോളിലിരുന്നാണ് പോകുന്നത്. സോ അപ്പോഴൊന്നും നമുക്ക് ആർക്കും ഒരു വൾഗറായിട്ട് തോന്നിയിട്ടില്ല. അവർ ഫ്രണ്ട്സ് ആയിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് നോർമലി ഇവരുടെ റിലേഷൻഷിപ്പ് എന്താണെന്ന് കൃത്യമാക്കാതെയുള്ള ആ ഒരു തുടർന്നുള്ള ഒരു യാത്രയാണ് പ്രശ്നം. അവർ ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ അത് അങ്ങനെ തോന്നുന്നില്ല. എല്ലാ ഫ്രണ്ട്സും അങ്ങനെയല്ല, അതും ഒരു പ്രശ്നമാണ്. ഫ്രണ്ട്ഷിപ്പ് പല വിധത്തിലുണ്ട്. ഇത് റെയറായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുകളിൽ പെടുത്താവുന്നതാണ്. നോർമൽ ഫ്രണ്ട്സൊന്നും, സ്കൂൾ കോളേജ് ഫ്രണ്ട്സൊന്നും ഇത്രത്തോളം ഡീപ്പായിട്ടുള്ള ഒരു ഇൻറ്റിമസിയിലേക്ക് പോകാറില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇനി ഈ ഒരു കമൻറ്റിൽ ഉന്നയിച്ചിട്ടുള്ള പ്രസക്തമായ കാര്യങ്ങൾ, അതിലേക്ക് വരാം. സൈബർ അറ്റാക്ക് ആണോ അല്ലയോ എന്നതിലുപരിയായിട്ട് ഒരു വസ്തുതയുണ്ട്. ജാസ്മിനെതിരായിട്ട് അതിശക്തമായ പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുന്നുണ്ട്. ജെന്യുവൻ പ്രൊഫൈലുകളിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്, ചാനലുകളിൽ നിന്നുണ്ടാവുന്നുണ്ട്. അതൊക്കെ ജെന്യുവൻ ആണെന്ന് പറയാം. PR ടീമുകൾ അവരുടേതായ രീതിയിൽ പരമാവധി ഇതിനെ ആളിക്കത്തിക്കാൻ അവരും ശ്രമിക്കുന്നുണ്ട്. ആകെ മൊത്തം ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകൾ വിശേഷിച്ച് ഇവരെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ കട്ട നെഗറ്റീവാണെന്ന് വെച്ചാൽ കട്ട നെഗറ്റീവാണ്. ശരിയാണ്, ആരും ഒരു പരിഗണന ഇക്കാര്യത്തിൽ ജാസ്മിന് കൊടുക്കുന്നില്ല. പക്ഷെ ഇത് നിയന്ത്രിക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഏഷ്യാനെറ്റിനെ കൊണ്ടുപോലും പറ്റില്ല. ഈ ഭസ്മാസുരന് വരം കൊടുത്ത അവസ്ഥയിലാണ് ഏഷ്യാനെറ്റ്. അവർ ഈ പ്രോഗ്രാം നടത്തുമ്പോൾ അവർക്ക് റേറ്റിംഗ് വേണമെന്ന് പറഞ്ഞ് അവർ നടത്തുന്നുണ്ട്, കണ്ടസ്റ്റൻസിന് സ്പേസ് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അവർ ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ എയർ ചെയ്യുന്നുമുണ്ട്. ഇത് എയർ ചെയ്ത് കഴിയുന്നതിനപ്പുറം ഓഡിയൻസ് എന്ത് പറയണം, ഇത് കാണുന്നവരെന്ത് പറയണം എന്ന് നിയന്ത്രിക്കാൻ ഏഷ്യാനെറ്റിനെ കൊണ്ട് പറ്റില്ല. അവർ നടത്തുന്ന പ്രോഗ്രാമാണ്, അത് എയർ ചെയ്യാൻ മാത്രമേ അവർക്ക് പറ്റൂ. കാണുന്ന ആൾക്കാർ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് നിയന്ത്രിക്കാൻ ഏഷ്യാനെറ്റിനെ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ കൊണ്ടോ ഒന്നും സാധിക്കില്ല. ഇതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നത് ആരാണ്? അകത്ത് നിൽക്കുന്ന വ്യക്തികളാണ്. ജാസ്മിനും ഗബ്രിയും ഉൾപ്പെടെയുള്ള ബിഗ് ബോസ് വീട്ടിലെ കണ്ടസ്റ്റൻസ് എപ്പോഴും മനസ്സിലാക്കണം. നിങ്ങളിത് കേൾക്കുന്നില്ല എന്ന് എനിക്കറിയാം, ഒരു കാര്യവുമില്ല ഇതിവിടെ പറഞ്ഞിട്ട്. പക്ഷെ ഇനി പോകാൻ ഉദ്ദേശിക്കുന്നവരെങ്കിലും എന്തെങ്കിലും കേൾക്കുന്നെങ്കിൽ കേട്ടോട്ടെ എന്ന് കരുതി പറയുവാണ്. നിങ്ങൾ ബിഗ് ബോസിനകത്ത് പോകുമ്പോൾ നിങ്ങൾ കെട്ടിപ്പിടിച്ചോ, ഉമ്മ വെച്ചോ, അതിനെല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം. ആ ലിമിറ്റ് ഇവിടെ ഇല്ല. ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും ഇടയ്ക്കൊക്കെ ഇപ്പോൾ ഒരു വീക്കിൽ 1-2 തവണ ഒന്ന് പോയി ഹഗ് ചെയ്യുകയോ കയ്യിൽ പിടിക്കുകയോ ഒരു ഉമ്മ കൊടുക്കുകയോ ചെയ്ത് ആരും അത് കാര്യമാക്കില്ല. 24/7 നടക്കുന്ന ഒരു ഷോയിൽ പകുതിയിൽ കൂടുതൽ സമയം ഇവർ ഒന്നിച്ചിരുന്ന് ഇതേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ഉമ്മ വയ്ക്കുന്നു എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, സോറി, അങ്ങനെ വിചാരിക്കരുത്. പക്ഷേ എപ്പോഴും ഇങ്ങനെ ഇവർ മാത്രമാണല്ലോ ഒന്നിച്ച്, ഇവരൊരൊറ്റ ടീമായിട്ട് എപ്പോഴും ഒന്നിച്ചിരിക്കുകയാണ്. ഇപ്പം പരസ്പരം പ്രണയിക്കുന്നവരാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം, ഓക്കെ അവർ തമ്മിൽ ഇഷ്ടത്തിലാണ്, അതുകൊണ്ടാണെന്ന് മനസ്സിലാക്കാം. ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ആൾക്കാർക്ക് ഡൈജസ്റ്റ് ആവാത്തത് ഷോ തുടങ്ങിയിട്ട് 1 വീക്കല്ലേ ആയിട്ടുള്ളൂ. ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ കുറേ പേര് ഇതിനെ ഒരു നാടകമായിട്ട് കാണുന്നു, ക്യാമറ സ്പേസിനൊക്കെ വേണ്ടിയിട്ട്. കുറേ പേര് ഇതിനെ ഒരു വൃത്തികേടായിട്ട് കാണുന്നു, അവരുടെ ക്യാരക്ടറിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യും. ഞാൻ ആ കൂട്ടത്തിലില്ല, ഞാൻ തുറന്നു പറയാം. ജാസ്മിൻ്റെ വ്യക്തിത്വത്തെയോ ഗബ്രിയുടെ ക്യാരക്ടറിനെയോ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നേയില്ല. അവർ അഡൾട്ടായിട്ടുള്ള 2 ആൾക്കാരാണ്. അവർക്ക് അവരുടേതായ രീതിയിൽ സ്വാതന്ത്ര്യമുണ്ട്. ആരുമായി ഫ്രണ്ട്ഷിപ്പ് വേണം, ആരുടെ കൂടെ ഇരുന്ന് സംസാരിക്കണം, അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. പിന്നെ ഈ ഫാമിലി ഓഡിയൻസ് കാണുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറൊരു വിഷയമുണ്ട്. ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്നത് 16+ ആണ്. കൊച്ചുകുട്ടികൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല ഹോട്ട്സ്റ്റാർ. 24/7 അതുകൊണ്ട് തന്നെ കാണുന്നതിനകത്ത് കൊച്ചുകുട്ടികളെ കാണിക്കേണ്ടെന്ന് പാരൻസ് വിചാരിച്ചാൽ കാണിക്കാതിരിക്കാം. കുട്ടികൾ 24/7 കാണുന്നതിൻ്റെ ഒരു ഷോ ആണ് ബിഗ് ബോസ് എന്ന് എനിക്ക് തോന്നുന്നൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന TV-യിൽ ഏഷ്യാനെറ്റ് അങ്ങനെ കാണിക്കാൻ പറ്റാത്ത വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അവർ കട്ട് ചെയ്തിട്ട് അതൊക്കെ മാത്രമേ കാണിക്കുള്ളൂ. ഓഡിയൻസിന്, ഫാമിലി ഓഡിയൻസിന് കാണാൻ പറ്റുന്ന മാത്രമേ TV-യിൽ കാണിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അതിനോടും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഓഡിയൻസിൻ്റെ പ്രതികരണം ഉണ്ടാവുന്നത് അത് ഓഡിയൻസിൻ്റെ കുറ്റം കൊണ്ടല്ല. അത് കമൻറ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത്
ജാസ്മിൻ്റെയും ഗബ്രിയുടെയും പ്രവൃത്തിയുടെ ഫലമാണ് ഈ ഉണ്ടാവുന്ന നെഗറ്റീവ് കമൻറ്റുകൾ. അതിന് നോർമലി ഉള്ള ഒരു ഓഡിയൻസിനെയും പറയാൻ പറ്റില്ല. പിന്നെ പരിധി വിട്ടുള്ള വ്യക്തിഹത്യകളും കമൻറ്റുകളും ഒക്കെ കാണുന്നുണ്ട്. ബട്ട് എന്ത് ചെയ്യാൻ പറ്റും? അത് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ ആർക്ക് നിയന്ത്രിക്കാൻ പറ്റും? അത് അവരവർക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇപ്പോൾ അവിടെ ബിഗ് ബോസ് വീടിനകത്ത് എന്ത് ചെയ്യണമെന്ന് ജാസ്മിനും ഗബ്രിക്കും തീരുമാനിക്കാം. അതുപോലെ കമൻറ്റ് ചെയ്യുന്നവർക്ക് തീരുമാനിക്കാം അവരെന്തതിനെക്കുറിച്ച് പ്രതികരിക്കണമെന്നുള്ളത്. ആൾക്കാരുടെ അഭിപ്രായങ്ങളെ നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇത്തരം ഷോ എന്ന് പറയുന്നത് ശരിയാണ്, ഏഷ്യാനെറ്റിന് കോണ്ടന്റ് ആണ്, ചാനലുകൾക്ക് കോണ്ടന്റ് ആണ്, ഓഡിയൻസിനും അതുപോലെ തന്നെ അവർക്ക് ഇതിനകത്തൊരു ഹരമുണ്ട്. സ്വാഭാവികമായിട്ടും വിമർശിക്കാനുള്ള അവസരം കിട്ടിയാൽ അവർ വലിച്ചു കയറി ഒട്ടിക്കും. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് അകത്ത് പോകുന്നവർ വേണം അത്തരം അവസരങ്ങൾ കൊടുക്കാതിരിക്കേണ്ടത്. വേറൊരു കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. എന്തുകൊണ്ട് ജാസ്മിൻ? ഇതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. എന്തുകൊണ്ട് ജാസ്മിൻ? എന്തുകൊണ്ട് ജാസ്മിൻ ഗബ്രി? വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ജാസ്മിനും സിജോയും തമ്മിൽ അടുത്തടുത്തിരുന്നിട്ടുണ്ടല്ലോ. ജാസ്മിൻ സിജോയും പരസ്പരം കയ്യിൽ പിടിച്ചിട്ടുണ്ടല്ലോ. അർജുനും ജാസ്മിനും അടുത്തടുത്തിരുന്നിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ ശ്രീതും നമ്മുടെ സിജോയും പരസ്പരം ഒരുപാട് സമയം സംസാരിക്കുന്നുണ്ട്. എത്രയോ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിലും ദേഹത്തും ഒക്കെ തൊട്ടൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ. ബട്ട് അവരെ ആരും വിമർശിക്കുന്നില്ല. അവിടെ ആർക്ക് നേരെയും വിമർശനങ്ങൾ ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ടാണ്? അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ജാസ്മിൻ ഗബ്രി കോംബോയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്നുള്ളതാണ്. അത് ആളുകൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ലെവലിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതല്ലാതെ ഇതൊരു സദാചാര പോലീസിംഗ് ആണോ എന്നോ അല്ലെങ്കിൽ ഒരു സൈബർ അറ്റാക്ക് ആണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. ഈ ബിഗ് ബോസിനകത്ത് നിൽക്കുന്നവർ കാണുന്ന ഓഡിയൻസിന് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലായിരിക്കണം ഓരോ വിഷയങ്ങളിലും പ്രതികരിക്കേണ്ടത്. ഇപ്പോൾ ഏത് റിലേഷൻ ആണെങ്കിലും, അത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും സിസ്റ്റർ ബ്രദർ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ലവ് കോംബോ ആണെങ്കിലും, അതിനകത്ത് ആദ്യം വേണ്ടത് ക്ലാരിറ്റിയാണ്. ക്ലാരിറ്റി ഇല്ലാതെ ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ പെരുമാറുകയാണെങ്കിൽ, മുൻകാലങ്ങളിൽ അങ്ങനെ ചെയ്തിട്ടുള്ള കണ്ടസ്റ്റൻസിന് വലിയ വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 10 മടങ്ങ് വിമർശനങ്ങൾ ഈ സമയത്ത് നേരിടേണ്ടി വരും. സമ്മതിക്കുന്നു, അതൊരു ഘട്ടത്തിൽ സൈബർ അറ്റാക്കായിട്ട് മാറുന്നുണ്ട്, നിഷേധിക്കുന്നുമില്ല. തീർച്ചയായിട്ടും ചിലപ്പോൾ ഇതൊക്കെ പോസിറ്റീവായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുകയാണ് ജാസ്മിനും ഗബ്രിയുമെങ്കിൽ പുറത്തിറങ്ങി ഇതെല്ലാം കട്ട നെഗറ്റീവാണ് എന്ന് അവരറിഞ്ഞാൽ ചിലപ്പോൾ തകർന്നു പോയേക്കാം. തീർച്ചയായിട്ടും തകർന്നു പോയേക്കാം. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇത് എൻ്റെയോ എന്നെപ്പോലെ അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളുടെയോ അല്ലെന്നുണ്ടെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെയോ പോലും കയ്യിലല്ല ഇരിക്കുന്നത്. തീർച്ചയായും അത് അകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസിൻ്റെ കയ്യിലാണ്. അത് അവർ തന്നെ തിരുത്തണം. പിന്നെ ആകെ ചെയ്യാൻ പറ്റുന്നത് ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ ഹിൻഡ് കൊടുക്കാം, വാൺ ചെയ്യാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അതവർ ചെയ്യുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കമൻറ്റിൽ പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു. വിമർശനങ്ങൾ വളരെ രൂക്ഷമായ രീതിയിൽ ഇവർക്ക് നേരെ ഉണ്ടാവുന്നുണ്ട്. ബട്ട് അതിന് വിമർശിക്കുന്നവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രധാന കാരണം അത് ഇവരുടെ പ്രവൃത്തി കൊണ്ടുണ്ടാവുന്നതാണ് എന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.